ഹായ്, ഇപ്പൊ ക്രയോൺ സ്റ്റോറീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മള് ഹരിപ്പാട് പോവാണ്. ഹരിപ്പാട് അപ്പച്ചയുടെ വീട്ടിലോട്ട് പോവാണ്. ഹരിപ്പാട് അപ്പച്ചയുടെ വീട്ടിലോട്ട് പോകുന്നുണ്ട്, വിദ്യാചേച്ചിയോട്ടും പോകുന്നുണ്ട്. കാരണം വിദ്യാചേച്ചിയുടെ മൂത്ത മോള് ലച്ചു അവള് ജർമ്മനി പോവാ പഠിക്കാൻ, നഴ്സിംഗ് പഠിക്കാൻ പോവാ. അവള് വ്യാഴാഴ്ച പോകുന്നു, 28-ാം തീയതി 22 വ്യാഴാഴ്ച പോവാണ്. അപ്പൊ അവളെ എല്ലാവരും ചെന്ന് കുടുംബസമേതം ഒന്ന് അനുഗ്രഹിച്ച് ആശീർവദിച്ച് വിടാൻ പോവാ. അപ്പൊ ഇന്നത്തെ ദിവസം ഈ ഞായറാഴ്ച വൈകുന്നേരം കൂടെ ആയതുകൊണ്ട് എനിക്ക് ജനശ്രീ കൂടും നമ്മുടെ ജനശ്രീ വിട്ടൊരു കളിയില്ല. അതെ, ജനശ്രീ അല്ലെങ്കിൽ നേരത്തെ കൂട്ടി പറഞ്ഞ എല്ലാവരെയും ഡേറ്റ് മാറ്റണമായിരുന്നു. അതുകൊണ്ട് ഞാന് നമ്മളെ ഒരു വിഷമത്തോടു കൂടി അതിന് പോകുന്നില്ല. എനിക്കിപ്പോ നാളെയും പോകാൻ പ്രശ്നമൊന്നുമില്ല, എപ്പോഴും അതുകൊണ്ട് ഇന്ന് ഞാൻ എന്റെ സാന്നിധ്യം ഇപ്പോഴേ ഇവരുടെ കൂടി ഇല്ല. അപ്പൊ വേറൊരു ഇമ്പോർട്ടന്റ് കാര്യം, നമ്മുടെ 50K ഒരു വീഡിയോ ഇട്ടായിരുന്നു. അപ്പൊ 50K സബ്സ്ക്രൈബേഴ്സ് ആയതുകൊണ്ട് നമ്മളൊരു വീഡിയോ ഇട്ടായിരുന്നു. അപ്പൊ അതിന് നമുക്ക് ഒരുപാട് പേര് വാട്സപ്പിലൂടെ ഇവരെ എല്ലാവർക്കും പേഴ്സണലായിട്ടും ഒരുപാട് പേര് ഇൻസ്റ്റാഗ്രാമിലൂടെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് ആൾക്കാര് മെസ്സേജ്. അപ്പൊ എല്ലാവർക്കും ഒരുപാട് അതെ. അതുപോലെ തന്നെ എത്രയും പെട്ടെന്ന് അത് 100K ആക്കി തരണം. നിങ്ങൾ എല്ലാരും സപ്പോർട്ട് ചെയ്യണം. അപ്പൊ ശരി, അപ്പൊ അത്രേ ഉള്ളു. അപ്പൊ നമ്മള് നേരെ ഹരിപ്പാട്ടായിട്ടുള്ള യാത്രയും ഹരിപ്പാട്ട് വിശേഷങ്ങളുമാണ്. നോക്കിയിരിക്കുവോ ഞങ്ങളെ. അപ്പൊ നമ്മളിത് അപ്പച്ചി അടുത്ത് എത്തിയിട്ടുണ്ട്. ഹലോ, അങ്ങോട്ട് വരുന്നില്ലേ? ആ, ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് പോവാ. ഞങ്ങളങ്ങോട്ട് പോവാ. അപ്പച്ചി വന്നേരം കേട്ടോ. അതുപോലെ അപ്പച്ചി അങ്ങോട്ട് വന്നേക്കാന്ന് പറഞ്ഞു. ചിറ്റപ്പൻ അങ്ങോട്ട് കടയിലോട്ട് പോയേക്കുന്നു. ചിറ്റപ്പൻ വന്നു കഴിഞ്ഞാൽ അങ്ങോട്ട് വരും അപ്പച്ചി. നമ്മളിതേ വിദ്യാചേച്ചിയുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. എത്താറായി. എന്തി ഇതാണ് വീട്. ഇതാണ് വീട്. ആരും ഇല്ലയോ? കാറൊന്നും ഇല്ലല്ലോ. മുറ്റത്ത് പോകുന്ന അപ്പച്ചി പറഞ്ഞായിരുന്നു കേട്ടോ. ഏതായാലും ഇറങ്ങി നോക്കാം. ആരാണ്ടുണ്ട് കേട്ടോ. ഡോറൊക്കെ തുറന്നു. വാ, ജർമ്മനിക്കാരി തോറ്റി. അല്ല, ജർമ്മനിക്കാരി അല്ല അത്. ഓടിയോ? അവള് ഓടിയോ? അപ്പൊ ഞങ്ങളൊന്ന് ഹരിപ്പാടൊക്കെ പോയിട്ട് ഒന്ന് കറങ്ങി വരുമായിരുന്നു. ഞങ്ങൾ ഹരിപ്പാട്ട് എവിടെ പോന്നേ? നന്ദുച്ചേട്ടന് നേരത്തെ ഇല്ലായിരുന്നു, ഇപ്പൊ വന്നതാണ്. വന്നേ ഉള്ളോ? അപ്പച്ചി അവിടുന്ന് നടന്നെങ്കിൽ ഇവിടെ എത്തി. കുറച്ച് 2 അതിഥികൾ. വിളിച്ചിരിക്കുവായിരുന്നു ഒരാള്. എന്ത് നമ്മ ടീംസ് എന്ത് ചെയ്യും? ഇതാണ് നമ്മുടെ ലച്ചൂസ്. ഇപ്പൊ ലച്ചൂസ് നാട് വിടാൻ പോവാ ടു ജർമ്മനി. ബാക്കി വിശേഷങ്ങൾ അവള് പറയും. സെറ്റായോ? എല്ലാം ഏകദേശം റെഡിയായി. എല്ലാം പാക്ക് ചെയ്ത് വെച്ചോ? പ്രത്യേക ഡ്രസ് വല്ലതും ഉണ്ടോ? പ്രത്യേക ഡ്രസ് ഇപ്പൊ ഞാൻ വിന്ററിലോട്ടല്ലേ പോന്നെ. അപ്പൊ സ്വെറ്റർ, പ്ലീസ്. പിന്നെ ജർമ്മനിയിൽ ഏത് പ്ലേസ്? ഞാൻ ഡോർട്ട്മുണ്ട്. അങ്ങനെ സ്ഥലങ്ങളുണ്ട് കേട്ടോ. അറിയാം, ഫുട്ബോൾ എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ജർമ്മനിയിൽ. അപ്പൊ ഞാൻ കഴിഞ്ഞ ചാറ്റ് ചെയ്തപ്പോ അങ്ങനെ പറഞ്ഞു എന്റെ പിന്നെ അപ്പച്ചന്റെ മോളിൽ മോടെ മോളിൽ ലെറ്റൂസ് വരുന്നുണ്ട്. അപ്പൊ എന്നോട് ചോദിച്ചു ഏത് സ്ഥലം അറിയില്ല. ഞാൻ ഇപ്പൊ ഇവിടെ വന്നിട്ട് അറിയില്ല. സോണിയ നമ്പർ ഞാൻ തരാം കേട്ടോ. കോഴ്സ് എന്തുവാ? ഞാൻ ഹൗസ് ബിൽഡിംഗ് 2 ജർമ്മൻ ഭാഷ എന്ന് പറഞ്ഞു. അതും കൂടെ പറയണം. നെക്സ്റ്റ് ഇതൊക്കെ കേൾക്കാൻ വേണ്ടി ഒരുപാട് പേര് ഇങ്ങനെ സൗമ്യ ടീച്ചർ ജർമ്മൻ പഠിച്ചോ? നമ്മുടെ നമ്മുടെ ഫോളോവേഴ്സ് ആരാണ്ട് ചോദിച്ചിട്ടില്ല, ഇത് വിദ്യ ടീച്ചർ അല്ലേ സൗമ്യ ടീച്ചർ അല്ലേ? ജർമ്മനി പോയി പഠിക്കണം എന്ന് നിനക്ക് ആദ്യം എപ്പോഴാണ് തോന്നിയത്? പഠിക്കണമെന്നും ആരെങ്കിലും പറഞ്ഞു തന്നതാണോ, അതോ നിനക്ക് നിന്റെ മനസ്സിലുണ്ടായിരുന്നോ ഇങ്ങനെ പഠിക്കണമെന്ന് വല്ല ഡ്രീം ഉണ്ടായിരുന്നു? ഇല്ലില്ല, എനിക്കിങ്ങനെ ഒരു 7th ഒക്കെ ആയപ്പോഴേ എനിക്കിങ്ങനെ പുറത്തു പോയി പഠിക്കണമെന്നായിരുന്നു ആഗ്രഹം.
പിന്നെ ഇങ്ങനെ എളുപ്പം ഇങ്ങനെ ഒരു കോൾ വന്നു, ഇങ്ങനെ ഹൗസ് ബിൽഡിംഗ് പഠിക്കാനൊരു ചാൻസ് ഉണ്ട്. അപ്പൊ ഇങ്ങനെ അച്ഛനാണ് എന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തത് ഇങ്ങനെ പഠിക്കാനും. പിന്നെ എന്റെ ഏറ്റവും എന്റെ ഡ്രീമിനെ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്റെ കൂടെ നിൽക്കുന്ന എന്റെ അച്ഛനും അമ്മയാണ്. അല്ല, നിനക്ക് പുറത്തു പോയി പഠിക്കണമെന്നായിരുന്നോ അതോ ജർമ്മനി തന്നെ പോകണമെന്നായിരുന്നോ? എനിക്ക് യൂറോപ്യൻ കൺട്രി, എനിക്ക് സ്വിറ്റ്സർലൻഡിൽ പോയി എനിക്ക് പഠിക്കണമെന്നായിരുന്നു ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ സാഹചര്യങ്ങളെല്ലാം കോഴിക്കോടാ പഠിച്ചേ. കോഴിക്കോട് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പേര് ഗോഡ്സോൺ. എത്ര നാളത്തെ കോഴ്സ് ആയിരുന്നു? എനിക്ക് അവിടെ 8 months. 8 months കോഴ്സ് കൊണ്ട് നീ സെറ്റ് ആയില്ലേ? കേട്ടോ, 8 months കൊണ്ട് ജർമ്മൻ ഭാഷ പഠിച്ചു. പിന്നെ കുറെ സ്ലോട്ടും കാര്യങ്ങളും ഒക്കെ ആയിട്ട് കുറെ വർഷങ്ങൾ പോയി. എത്ര വർഷം പോയി? കുറെ വർഷങ്ങൾ എന്ന് പറഞ്ഞാൽ കുറച്ച് നാള് പോയി. അപ്പൊ ടോട്ടൽ ഇപ്പം എത്ര നാളായി കോഴിക്കോട് പഠിക്കാൻ തുടങ്ങിയ മുതൽ ഇന്ന് വരെ? ഏകദേശം ഒരു 2 years കഴിഞ്ഞല്ലേ? എല്ലാം പാസ്സായി. 2 വർഷത്തെ അവളുടെ പ്രയത്നമാണ്. 2 വർഷത്തെ പ്രയത്നമാണ്. പഠിച്ച് ഇന്റർവ്യൂവും പാസ്സായി. ഇപ്പം ടിക്കറ്റും വിസയും എല്ലാം ഓക്കെ ആയി. സ്റ്റുഡൻസ് വിസ അല്ലേ? എംപ്ലോയ്മെന്റ് ജോബും ഉണ്ട്. ജോബിന്റെ കൂടെ പഠിക്കുന്നതാണ് ഈ കോഴ്സ്. ഹൗസ് ബിൽഡ്. അപ്പൊ എല്ലാരും ഇങ്ങനെ ചേച്ചിക്ക് എന്തോ പറയാനുള്ള? നമ്മുടെ നന്ദുചേട്ടൻ എക്സ് മിലിറ്ററി. ഇപ്പോഴായില്ലേ വരാറാവുന്നതേ. ഞാൻ അപ്പച്ചി ഒരു പാട്ട് പാടുന്നു. ഇവിടെ ഇരിക്കുന്നോ? നമുക്ക് അവളെ ഒരു വർഷം കഴിയുമ്പോ കാണാം. ഉണ്ടോ? എപ്പോഴത്തേക്ക് വരാൻ പറ്റും? ഒരു വർഷം കഴിയുമ്പോ വരാം എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ നമ്മള് വീഡിയോ എടുക്കുന്ന ഇത് സൺഡേ 24-ാം തീയതിയാണ്. 28-ാം തീയതിയാണ്. രാത്രി 11:00 ഫ്ലൈറ്റ്. 29-ാം തീയതി എത്തും. കണക്ഷൻ ഫ്ലൈറ്റ് ആണോ? ഡൽഹി. ഇവിടുന്ന് ഡൽഹി, നെടുമ്പാശ്ശേരിന്ന് ഡൽഹി, ഡൽഹിന്ന് ഫ്രാങ്ക്ഫർട്ട്. അല്ലേ? അപ്പൊ സെറ്റ് കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ. എല്ലാ ഫോളോവേഴ്സിന്റെയും ക്രയോൺസ് മീഡിയ ടീമിന്റെയും വക ഓൾ ദി ബെസ്റ്റ്. നന്ദി. അപ്പം ജർമ്മനിയിലേക്ക് ചേക്കേറുന്ന ഞങ്ങളുടെ ലച്ചു കുട്ടിക്ക് എന്റെ വകയും മാളി ചേച്ചിയുടെ വകയും ഒത്തിരി ആശംസകൾ നേരുന്നുണ്ട്. പോയി നന്നായി വരും മകളെ. ജയിച്ചു വരും. അതെ, ഞാനും. കുഞ്ഞ് ഉറക്കമായിരുന്നു, ഇപ്പൊ ഉണർന്നതേ ഉണ്ട്.